നെക്സ്റ്റ് സ്റ്റിച്ചിന്റെ പേരാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും ഫൗണ്ടേഷൻ ചെയിൻ സ്റ്റിച്ച് ആയിട്ടുള്ള 5 സ്റ്റിച്ചസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ റോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എക്സ്ട്രാ 1, 2 ചെയിൻ സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യന്റെ കേസിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ദെൻ ഹാഫ് ഡബിൾ ക്രോഷ്യനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് കൂടുതലാണ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ഫസ്റ്റ് യാൺ ഓവർ ചെയ്യും. 1, 2 ചെയിൻ സ്റ്റിച്ചിന് സ്കിപ്പ് ചെയ്ത് തേർഡ് ചെയിനിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യും. യാൺ ഓവർ ചെയ്ത് ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം പുറത്തേക്ക് കൊണ്ടുവരും. 3 ലൂപ്സ് ഉണ്ടാവും ഈ ഒരു സമയത്ത്. ഇവിടെയാണ് ചേഞ്ച് വരുന്നത്. യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്സിനെ മാത്രം ക്ലോസ് ചെയ്യും. അഗെയിൻ 2 ലൂപ്സ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്ത് ലാസ്റ്റ് 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യും. ഇതാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. അപ്പൊ ഇത് ബാക്കിയുള്ള 4 സ്റ്റിച്ചസിലും റിപ്പീറ്റ് ചെയ്യാം. യാൺ ഓവർ ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം യാൺ ഓവർ ചെയ്ത് കൊണ്ടുവരും. 3 ലൂപ്സ് ഉണ്ടാവും. അഗെയിൻ യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യും. അഗെയിൻ യാൺ ഓവർ ലാസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യും. ഇതാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. തേർഡ് ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. ഓക്കെ, അഗെയിൻ ഫോർത്ത് ഡബിൾ ക്രോഷ്യ. ഫോർത്ത് ഡബിൾ ക്രോഷ്യ റെഡിയായി. ആൻഡ് ലാസ്റ്റ് വൺ ഫിഫ്ത്ത് ഡബിൾ ക്രോഷ്യ. യെസ്, ഫിഫ്ത്ത് ഡബിൾ ക്രോഷ്യയും റെഡി ആയിട്ടോ. ഇങ്ങനെയാണ് ഡബിൾ ക്രോഷ്യന്റെ സ്റ്റിച്ച് പാറ്റേൺ വരുന്നത്.